ഹായ് ഹലോ, ഇതെൻ്റെ അമ്മയുടെ വീടാണ്. ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അമ്മയുടെ വീട്ടിൽ വന്ന കേട്ടോ ഉച്ചയ്ക്ക്. ഇതാ തല പിരിച്ചിട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ മോളാണ്. മൊബൈൽ നോക്കി കുത്തി കുത്തി ഇരിക്കുകയാണ്. എന്താ ദയനീയമായിട്ടൊരു നോട്ടം, വഴക്ക് കൂടിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തോ ഒരു മാമനുമായിട്ട് ചെറിയൊരു പ്രശ്നത്തിൽ ഇങ്ങനെ കരഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇപ്പം ചെറിയൊരു സമാധാനമൊക്കെ ഉണ്ടല്ലേ ചേച്ചു. അപ്പം ഇനി എൻ്റെ അമ്മ എന്തോ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് കാണിച്ചു. അമ്മ ഒരു മൽപ്പിടുത്തത്തിൽ നിൽക്കുകയാണ്. കോഴി എവിടെയെല്ലാം കാഷ്ടിച്ചിട്ടിരിക്കണ അമ്മ? അതാ ബൗ ബൗ കിച്ചു ഇത്തിരി അത് തൂത്തോട്. കിച്ചു ഇത്തിരി തൂത്തോട്. കൃഷ്ണമ്മ കലിപ്പിലാണ്. ഈ അതിക്രമം എല്ലാം ചെയ്തത് അപ്പുവാണ്. ഇതെൻ്റെ കടിച്ച് കീറിയൊക്കെ ഇട്ടേക്കുന്നത്. നിങ്ങൾ കോഴി മോശമൊന്നുമല്ല. കോഴി കാഷ്ടിച്ചിട്ട് വൃത്തികേടാക്കുന്നു. അപ്പു ആണെങ്കിൽ അപ്പു പട്ടിയാണെങ്കിൽ കടിച്ച് കീറിയിട്ട് വൃത്തികേടാക്കുന്നു. ഇല്ലേ അപ്പു? അപ്പു ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. തല ഭയങ്കര ചൊറിച്ചില്ല. അത് എല്ലാം കൂടെ തലയിൽ കയറുന്നോണ്ട് ചൊറിച്ചില്ലേ. പട്ടി തലയിൽ കയറും, കോഴി തലയിൽ കയറും, അച്ഛൻ. അതുകൊണ്ടാണ് ഇത്രയും ചൊറിച്ചില്. അപ്പു അപ്പു നിങ്ങൾക്ക് അതിന് പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് 60 വയസ്സായ? ഓ, 1000 രൂപ. അതിന് അമ്മ തന്നെ പോണോന്ന്? പിന്നെ അനിത പറഞ്ഞ്. ഓ, 1000 രൂപയ്ക്കുള്ളതിന് 60 വയസ്സാവണ്ടല്ലേ? അല്ലെങ്കിൽ മോശം, 60 വയസ്സൊന്നും ആയില്ല. കോഴി 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 നീ തന്നെ പാവം. ഇങ്ങനെ ചെയ്യരുത് കോഴി പട്ടി. അമ്മേരോടെ കുഞ്ഞമ്മയും അമ്മയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയോ സംസാരിക്കുന്നു. അങ്ങനെ പള്ളിയുടെ കാര്യം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. കിച്ചു ഇതാ മൊബൈൽ വെച്ച് കുത്തി ഇരിക്കുന്നു. കിച്ചു പിണക്കമൊന്നും മാറിയില്ലേ? എന്തോന്നാണ് പിണക്കം? എന്തോന്ന് പിണക്കം തോന്നുന്നു? ചോറൊന്നും കഴിച്ചില്ലേ? കഴിച്ചില്ലെന്ന് പിന്നെ അമ്മ പറഞ്ഞു. ബാ, കവറ് കഴിക്കുന്ന വേണ്ട. കിച്ചു ഇങ്ങ വാ. കിച്ചു ഈ കവർ ആടിൻ്റെ വായിൽ ഈ കവർ ഇട്. അകത്താക്കി പോണ എണീറ്റ് ഇല്ലല്ല കവർ വായിക്കാത്ത വേറെ. ആടെ നീ നിനക്ക് പ്ലാസ്റ്റിക് കവർ മാത്രമേ തിന്നാൻ കിട്ടിയുള്ളൂ, വേറെ ഒന്നും ഇല്ലേ? ഉണ്ട്. തുണിയൊക്കെ കഴുകി എൻ്റെ അനിയനും തോന്നുന്നു കഴുകിയിട്ടേക്കുന്നത്. അനിയനും ഉണ്ട്, അമ്മയും ഉണ്ട്. ആരൊക്കെയാണ് കഴുകിയിട്ടേക്കുന്നു. ഇതാ കണ്ടോ. ഉറങ്ങണം. വൈകുന്നേരമായി കേട്ടോ. എനിക്ക് വീട്ടിൽ പോകാൻ സമയമായി വരുന്നു. ഇരുട്ടി വരുന്നു. ഇനി നാളെ കടയിൽ പോകണം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് പോകണ്ട. അങ്ങനെ കിച്ചു വന്ന് പൂച്ചേ അയ്യോ, അത് സുഖം ഉറക്കം. ഞാൻ ഒന്നും അറിഞ്ഞില്ലേ, നാമനാരായണ എന്ന് പറഞ്ഞിട്ട്. 2 റോസാപ്പൂ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നു. റോസാപ്പൂ അത്രയൊക്കെ തന്നെ. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെയൊക്കെ വീടുകൾ. പിന്നെ ഇതാ കാക്ക ഇങ്ങനെ ഇവിടെ കിടന്ന് നല്ല പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എനിക്ക് റോഡ് സൈഡ് ആയതുകൊണ്ട് എനിക്കാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. എപ്പോഴും വണ്ടി ഇങ്ങനെ
ഇവിടെ നല്ല പച്ചപ്പ് കണ്ട. അതായിരിക്കും എൻ്റെ അനിയൻ്റെ വീടാണേ. വേണ്ട, അത് എൻ്റെ അനിയൻ്റെ വീട്. ഇതിപ്പുറത്ത് അമ്മയും അച്ഛനും മാത്രം താമസിക്കുന്ന വീട് കണ്ട. ഇത് അമ്മയും അച്ഛനും മാത്രം താമസിക്കുന്ന വീട്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് അനിയനും അവൻ്റെ ഭാര്യയും താമസിക്കുന്ന വീടാണ് ഗൈസ്. ഇത്രയും കാക്ക കാ ആകാശത്ത് ചന്ദ്രനൊക്കെ ഇതാ വന്നു തുടങ്ങി. കാണാമോ ചന്ദ്രനെ? കാണാമോ? ഇതാ വരുന്നുണ്ട ചന്ദ്രൻ. എൻ്റെ അച്ഛൻ്റെ പേരും കൂടെയാണ്. കണ്ടുകൂടെയല്ലേ ആകാശത്ത്? അതാ വേണ്ട. എൻ്റെ അച്ഛൻ്റെ പേര് ചന്ദ്രനാണ്, വീട്ടിൽ പേര്. അല്ലാത്ത പേര് രാജേന്ദ്രൻ. കാക്ക അങ്ങനെ ഇന്ന് ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.